ഹലോ എവരിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ. ഇംഗ്ലീഷ് ഷോർട്ട് ഫോംസിലെ 2ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഷോർട്ട് ഫോംസ് ഇൻ ഇംഗ്ലീഷ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ 2ാം ഭാഗമാണ്. ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഷോർട്ട് ഫോംസ് ഇൻ ഇംഗ്ലീഷ് പാർട്ട് 2. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് അപ്പോസ്ട്രോഫി എസ് ആണ് ഷോർട്ട് ഫോം. അതിൻ്റെ ഫുൾ ഫോം ഈസ് ആകാം, വാസ് ആകാം, ഹാസ് ആകാം. അതിൻ്റെ സെൻറ്റൻസസ് നമ്മൾ കണ്ടു. ഇന്ന് എടുക്കാൻ പോകുന്നത് അതിൻ്റെ 2ാം പാർട്ടാണ്, സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ എടുക്കുന്നത് അപ്പോസ്ട്രോഫി ആർ ഇ. സോ ആർ അല്ലെങ്കിൽ വർ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. സോ അതിൻ്റെ ഫുൾ ഫോം ഒന്നുകിൽ ആർ, വർ. ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ വ്യത്യാസം ഇവിടെ രണ്ടിൻ്റെ ആർ ഇ എന്ന ലെറ്റർ മാത്രം എടുത്ത് ഇവിടെ കൊണ്ടിരുന്നു. ഇവിടെ എ ഔട്ട് ആകുന്നു, ഇവിടെ ഡബ്ല്യു ഇ ഔട്ട് ആകുന്നു. നമുക്ക് ഒരു സെൻറ്റൻസ് എടുക്കാം. ഇഫ് ഐ വർ എ ഫിഷർമാൻ, I would buy a net. I would buy a net. ഞാനൊരു മീൻപിടുത്തക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു വല മേടിക്കേണ്ടിയിരുന്നു. ഇനി ഇഫ് ഐ വർ, ഐയുടെ കൂട്ടത്തിൽ ഒരു കാര്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. സാങ്കല്പികമായ സപ്പോസിഷൻ, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. നമ്മൾ പറയുന്നു ഇഫ് ഐ വർ എ ഫിഷർമാൻ. ഇഫ് ഐ ആർ അല്ല, ഇഫ് ഐ വർ എന്നാണ്. സോ നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം താഴെ എഴുതുന്നു. ഇഫ് ഐ വർ സോ ഇറ്റ് ഈസ് എ വിഷ്. ഒരു വിഷം, അല്ലെങ്കിൽ ഇതൊരു ഡ്രീമാകാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നമാകാം, ഒരു സാങ്കല്പികമാകാം, സംതിങ് എ സപ്പോസിഷൻ, ഒരു അൺറിയൽ ഇമാജിനേഷൻ. അത് നമ്മൾ ഉപയോഗിക്കാം ഫസ്റ്റ് പേഴ്സൺ. ഐയുടെ കൂട്ടിൽ അതേ ഉപയോഗിക്കാറുള്ളൂ. 2 ഇതിൻ്റെ അടിയിൽ ഒന്നെടുത്തു, എ ഐ, സോ ഐ വർ. ബി വി കൂട്ടിയെടുക്കുന്നു. ഇതിന് 2 ഫോമുണ്ട്, വി ആർ, വി വർ. ഇത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇവിടെയാണ് എഴുതേണ്ടത്. സോ വി ആർ, വി വർ. നിങ്ങളൊരാൾക്ക് ഫോൺ വിളിക്കുകയാണ്, നിങ്ങൾ എവിടെയായി? വി ആർ റീച്ചിങ് കോട്ടയം, വി ആർ റീച്ചിങ് കോട്ടയം. ഞങ്ങൾ കോട്ടയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വി ആർ. ഇനി ഇത് തന്നെ കഴിഞ്ഞ ഒരു കാലത്തെ ആകാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയാണ് പോകുന്നത് കണ്ടല്ലോ. വേർ വർ യു ഗോയിങ്? സോ വേർ വർ യു ഗോയിങ്? വി വർ ഗോയിങ്. We're going to the airport last week. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ഇത് വി വർ, ഇത് വി ആർ. ഇവിടെ സമയത്തിൻ്റെ സങ്കല്പങ്ങളൊന്നുമില്ല. അത് നമ്മൾ എടുക്കുകയാണ്, പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ നോക്കിക്കുക, ലാസ്റ്റ് വീക്ക്. ആ സമയത്തിൻ്റെ ഇൻഡിക്കേഷൻ പറയും. ഇത് വി ആർ ആകാൻ പറ്റത്തില്ല, ഇത് വി വർ. സോ വി ആർ ഗോയിങ്. ഇത് എവിടെയാണ് ഇത് കേൾക്കുന്നത്, ഇത് എവിടെയാണ് സംഭവിക്കുന്നത്, ഇതെവിടെ കണ്ടുപിടിക്കാം? ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ലിസണിങ് ടെസ്റ്റിലാണ്. ലിസണിങ് ടെസ്റ്റിൽ, ഇതിൻ്റെ ഓഡിയോ സ്ക്രിപ്റ്റ്. ലിസണിങ് ടെസ്റ്റിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ. OET, IELTS, TOEFL, PTE, GRE ഇങ്ങനെയുള്ള എക്സാം വരുമ്പോൾ അതിന് ഓഡിയോ സ്ക്രിപ്റ്റ് കാണും. സാറേ അതെന്നതാ? ഇതാണ് ഷോർട്ട് ഫോം. അതിൻ്റെ ഈ അവസാന വാക്ക് വേണം ശ്രദ്ധിക്കാൻ. അത് കഴിഞ്ഞ് തീരുമാനിക്കാവൂ. ലിസൺ. ഇങ്ങനെ പലതും വരും. We are going to a movie.
we are going to a movie. We are going movie this evening. This evening എന്ന സമയത്തിൻ്റെ സങ്കല്പം ഐഡിയ അത് ഊന്നി പറയും. ഇത് we are now ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. So we are. ഇനി we were going, we were watching. Last Sunday when you called, we were watching a movie. So last Sunday when you called, we were. So it is we were. Last Sunday ആണ് ഇതിൻ്റെ സമയത്തിൻ്റെ സൂചന. അതനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മാറും. we were മാറും. We were watching a movie. ഞങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. ഇനി ഇത് ഹി, ഷീ, ഇറ്റ്, ദേ ഈ 4 കാര്യത്തിൽ കൂടി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ പറയാം, ദേ ആർ ഗോയിങ് ടു മൂവി ദിസ് ഈവനിങ്. ദേ ആർ. ഈ വീക്ക് പകരം ഇവിടെ ദേ ഇടുന്നു. ഈ സെന്റൻസ് തന്നെ മതി. ദേ ആർ ദിസ് ഈവനിങ്. സോ ദേ ആർ. ലാസ്റ്റ് സൺഡേ വെൻ യു കോൾ, ദേ വർ. ലാസ്റ്റ് സൺഡേ എന്ന സങ്കല്പം പറയും. ദേ വർ. ദേ ആർ അല്ല. ഇതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്, ഒരു പേര് ജോൺ. നമുക്കിവിടെയും ആറിടാം. ഇവിടെ ആറിട്ടാൽ ഇതൊരിക്കലും ഈ 3 കാര്യത്തിൽ ഇത് പ്രസന്റ് ടെൻസ് ആകില്ല. ദേ, ഹി, ആർ അങ്ങനെ ഒരു സങ്കല്പമില്ല. ഹി വേർ ഒരു സപ്പോസിഷൻ, ഒരു ഡ്രീം, ഒരു സ്വപ്നം, ഒരു വിഷ്, ഒരു ബൂൺ, ഒരു സാങ്കല്പിക കാര്യം പറയാൻ ഹി വേർ. ഇതിൻ്റെ ഫുൾ ഫോം he were, she were, it were, John were. ഈ കാര്യം നമ്മൾ പല പ്രാവശ്യം കേൾക്കാം. ആസ് ഇഫ് ഇറ്റ് were, ആസ് ഇഫ് ഇറ്റ് were എന്ന് കേൾക്കാം. ഇത് ഇഫിൻ്റെ കൂട്ടത്തിലെ വരാറ് മിക്കവാറും. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇത് ഇഫ് എന്ന വാക്കിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആസ് ഇഫ്. ഇഫ്, ആസ് ഇഫ് കഴിഞ്ഞ് ഈ പ്രയോഗങ്ങൾ വരാം. പക്ഷെ അത് പ്രസന്റ് ടെൻസ് മാത്രമാണ്. ഈ 2 കാര്യത്തിലാണ് ഇത് പ്രാസൻസ് ആകും. വി, ദേ. അതാണ് സാധാരണഗതിയിൽ കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഗ്രാമർ. ഓക്കെ, വർഷങ്ങളായി ഇതിങ്ങനെയുള്ളതാണ്. നമുക്കിത് പഠിച്ചെടുക്കാൻ ലിസണിങ്ങിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. അവർ ഇങ്ങോട്ട് പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങോട്ട് പറയാം. പറയും നമുക്ക് ഉറപ്പുണ്ടല്ലോ. ഇങ്ങോട്ട് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ലിസണിങ് ടെസ്റ്റ് നടത്തുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ സംബന്ധിച്ച് ചോദ്യം, അതായത് ഈ ആറാണോ ഈ വറാണോ ഇതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പസ്ട്രോഫി ഡി, ഈ വലിയൊരു സംഭവം. അപ്പോൾ ഇത് വുഡ് അല്ലെങ്കിൽ ഹാഡ്, ഒന്നുകിൽ ഹാഡ് ആകാം അല്ലെങ്കിൽ വുഡ് ആകാം. അടുത്ത ക്ലാസ് വരെ താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.